50 ലക്ഷത്തിന്റെ ഉടമസ്ഥൻ പോലും കൊതുകിനെ പേടിക്കുന്നു. ഇല്ലെങ്കിൽ മറ്റേ സുനാപ്പി കൊണ്ടുവച്ച് ഫിറ്റ് ചെയ്യുന്നു. എന്താ അതിന്റെ പേര്? ഗുഡ് നൈറ്റോ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. കൊതുവല്ല ചാവുന്നത്, നമ്മളാ ചാവുന്നത്. അപ്പൊ റാഹത്താട്ട് കൊതുവിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് ആ കമ്പനിക്കാരാ മരുന്നിറക്കിയത്. അതുകൊണ്ട് റാഹത്താട്ട് അതുകൊണ്ട് കുത്തുമ്പോൾ നമ്മൾ നല്ല മയങ്ങി കിടന്നു കൊടുക്കും. സ്വസ്ഥമായി അത് വന്നിരുന്ന് കുടിച്ച് രക്തം എടുത്തുകൊണ്ട് അതങ്ങ് പൊയ്ക്കോളും. മറ്റേ ഉണർന്നു കിടന്നാൽ ഒരൊറ്റ അടി അടിക്കൂലേ. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് മയങ്ങി പോണത്, കൊതുക് മയങ്ങൂല. അത് വിവരമില്ല ആളുകൾക്ക്, മനസ്സിലാകാത്തതുകൊണ്ടാ. കൊതുവിനെ കുറിച്ച് നബി തങ്ങൾ പോലും പറഞ്ഞു, ഇന്നൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൊതുക് അത് വിശക്കുന്ന സമയത്താണ് അത് ജീവിക്കുന്നത്. അത് വയറ് നിറഞ്ഞു പോയാൽ അത് ചത്തുപോകും. അതുകൊണ്ട് വിശപ്പ് സഹിക്കുമ്പോ ആ കൊതുക് ജീവിക്കുന്നു. ശരിയല്ലേ? നമ്മുടെ ശരീരത്തുകാരിന്ന് കൊത്തിയിട്ട് നല്ല വലിച്ചെടുത്ത് സെറിഞ്ച് വെച്ച് വലിച്ച് വയറ് നിറച്ചു കഴിഞ്ഞാൽ കൈ അനക്കിയാലൊന്നും അനങ്ങൂല. സാധനകാരി ഒരൊറ്റ അടി അടിക്കുമ്പോ രക്തം ഇങ്ങനെ ഒലിക്കും. അതല്ലാത്തത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ കിട്ടൂല. ഒരൊറ്റ പാച്ചിലാണ് പായ, ഒരൊറ്റ പാച്ചിലാണ് പായ അല്ലേ? കാരണം എന്താ? അത് വിശന്ന് കിടക്കുന്ന കാലത്തോളം അതിന് ദീർഘായുസ് കിട്ടും. അതുകൊണ്ടാണ് നോമ്പും. ഡോക്ടർ പറയുന്നത് എന്താ? കൂടുതൽ തിന്നാല്, ബീഫ് ബർവലും പത്തലും കൂടുതൽ തിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ICUവിൽ പോകേണ്ടി വരും. അത് ഒഴിവാക്കാവുന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടെ റാഹത്തായിട്ട് ജീവിക്കാം. നല്ല പെട്ടെന്ന് കയറിയിട്ട് അകത്ത് പിടിക്കും. എൻ്റെ ഈ കട്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം, അതിനുള്ള പട്ടിണി, നിരാഹാര ചികിത്സ, ആയുസ് വർദ്ധിക്കും. നോമ്പ് പിടിക്കും, ആരോഗ്യവാനാകുവിൻ. നോമ്പ് പിടിക്കും, ആരോഗ്യവാനാകും. അപ്പൊ ഈ കൊതുക് എന്ന് പറയുന്നത് ലോകം മൊത്തം വ്യാപിപ്പിക്കുന്നു, പനി പടർത്തുന്നു അല്ലെ? ഈ കൊതുക് കേവലം ഒരു ചെറിയൊരു കൊതുകാണ്. എന്താ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞ സാധനം എന്ന് പടർത്തുന്നത് ആരാ? കൊതുക്. അപ്പൊ ഈ കൊതുകിനെ ശുദ്ധിയാക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്നു. പരിസര ശുദ്ധിയാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. പഞ്ചായത്ത് ഓഫീസോ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒന്നും അല്ല ഇപ്പൊ പഠിപ്പിച്ചത്. അവർക്ക് ഇപ്പൊ ഡെങ്കിപ്പനി വന്നത് കൊണ്ടാണല്ലോ എല്ലാവരും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം, ഇല്ലെങ്കിൽ പെനാൽറ്റിയാണ്, നിങ്ങൾക്ക് പെറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നിരിക്കുന്ന പാത്രത്തിൽ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല. ഇളനീര് കഴിച്ചിട്ട് പൊണ്ടം കഴിച്ചിട്ട് അതിന്റെ തൊണ്ട് ഇങ്ങനെ മലർത്തി വെക്കാൻ പാടില്ല. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് കൊതുക് കയറും. അതുകൊണ്ട് അതെല്ലാം കമിഴ്ത്തി വിടണം, പ്ലാസ്റ്റിക് എല്ലാം മാറ്റിക്കളയണം, അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കണം. ഇതൊക്കെ പഞ്ചായത്തല്ല പഠിപ്പിച്ചത്, ലോകത്തിന്റെ മഹാനായ പുത്രൻ നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫാ ഫനളിഫൂ അഫ്നിയതകും. അല്ലാഹു വൃത്തിയുള്ളവനാണ്, അവൻ ശുദ്ധിയുള്ളവനാ. അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു, അവൻ ശുചിത്വത്തെ ഇഷ്ടപ്പെടുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫനളിഫൂ അഫ്നിയതകും. നിങ്ങളുടെ മുറ്റവും മിറ്റവും പരിസരവും വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കണേ. ആരാ പഠിപ്പിച്ചത്? നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, ഇത്തഖുൽ ആനാൻ. രണ്ട് ശാപത്തിന്റെ സ്ഥലങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, വമല്ല ആനാനി യാ റസൂലല്ലാഹ്, ഏതാണ് ആ ശാപത്തിന്റെ സ്ഥലം നബിയേ, അറിയിച്ചു തരുമോ ഹബീബേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലദീ യതഖല്ല ഫീ തരീഖിൻ നാസി ഔ ഫീ ളില്ലിഹിം. ജനങ്ങളെ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളരുതേ. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ കാഷ്ടിക്കല്ലേ, മൂത്രിക്കല്ലേ. ജനങ്ങൾ വിശ്രമിക്കുന്ന തണൽ മരത്തിന്റെ ചുവട്ടിലോ വെയിറ്റിംഗ് ഷെഡിലോ കോർപ്പറേഷന്റെ പരിസരത്തോ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തോ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലോ കാഷ്ടിക്കരുതേ, മൂത്രിക്കരുതേ. നിങ്ങൾ അവിടെ മാലിന്യമുണ്ടാക്കരുത്. ഈ രണ്ട് സ്ഥലങ്ങൾ നിങ്ങളെ ശപിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആര് പഠിപ്പിച്ച? കോർപ്പറേഷൻകാർ പഠിപ്പിച്ച?
കോർപ്പറേഷൻകാർ പഠിപ്പിച്ച, മുനിസിപ്പാലിറ്റിക്കാർ പഠിപ്പിച്ചതാ. കോഴി അറുത്തിട്ട് കോഴിയുടെ അവശിഷ്ടങ്ങള് ഓട്ടോറിക്ഷയിൽ കൊണ്ട് റോഡിന്റെ സൈഡിൽ തള്ളിയിട്ട് പോകുന്നവരെ ബിസ്മി ഹലാൽ ചിക്കൻ, സലാമത്ത് ഹലാൽ ചിക്കൻ, മക്ക ഹലാൽ ചിക്കൻ, മദീന ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്നവരെ ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. മാലിന്യങ്ങൾ പടർത്തുന്നവർ, മാലിന്യങ്ങൾ വലിച്ചു കോട്ടുന്നവർ, പരിസരങ്ങൾ വൃത്തിയാക്കാത്തവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്, മാലാഖമാരുടെ ശാപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് പഠിപ്പിച്ച? ഇന്ന് രോഗം പടരാനുള്ള കാരണം മാലിന്യം. അതുകൊണ്ട് നബി തങ്ങൾ അന്നേ പറഞ്ഞു നമ്മൾ വൃത്തിയാക്കണം, പരിസരമൊക്കെ വൃത്തിയാക്കണം. ജനങ്ങൾ വിശ്രമിക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും പോരുന്നതിന് പാത്താൻ നിൽക്കരുത്, മൂത്രമൊഴിക്കാൻ നിൽക്കരുത്, കാഷ്ടിക്കാൻ നിൽക്കരുത്, കാർക്കിച്ച് തുപ്പരുത്. റോഡിൽ ആരെങ്കിലും കാർക്കിച്ച്, ഇപ്പൊ റമളാൻ മാസം അല്ലേ, ഇഷ്ടം പോലെ കൊട്ടക്കണക്കിന് കിട്ടും. എവിടെയെങ്കിലും ഒക്കെ ബസ് ഇരുന്നുണ്ടോ എന്നും പറഞ്ഞ് താഴോട്ട് ആരുടെയെങ്കിലും മണ്ടലോട്ട് തലയിട്ട് വീണ് കഴിഞ്ഞാൽ അവൻ കുളിക്കാൻ അത് മതി. മനുഷ്യന്മാർ ഇതെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ച് ഈ നമ്മുടെ ശരീരത്തിന്റെ ഒരു ആരോഗ്യത്തിനാണ് ഈ ഉമിനീര് തുപ്പല്, അതെല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചു വെച്ച് നമ്മൾ എന്തിനപ്പ ഈ തുപ്പാൻ പെടുന്നത്? അതിങ്ങനെ വിഴുങ്ങാൻ അള്ളാഹു നമുക്ക് തന്നെ. ഇനിയിപ്പോ എല്ലാം കൂടെ ഒരു 1/2 ലിറ്റർ ആക്കിയിട്ട് ഒറ്റ വിഴുങ്ങ അങ്ങനല്ല എൻ്റെ അർത്ഥം. നമുക്ക് കിട്ടുന്നത് ഊർന്ന് വരുന്നത് നമ്മളതങ്ങോട്ട് വിഴുങ്ങലല്ല, അത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിന് അള്ളാഹ് തന്നിരിക്കുകയാണ്. അത് മൊത്തം ഇങ്ങനെ തുപ്പി കളയുന്ന കാര്യം നാട്ടുകാരെ മുഴുവൻ ഇടങ്ങാറാക്കാൻ. മറ്റുള്ളവർ പറയില്ലേ, നോമ്പും വന്ന് ഇനി പരിസരമൊക്കെ വൃത്തികേടായി ആകെ ഇടങ്ങാറ്. പള്ളിയിൽ കിടക്കുന്ന ചെരുപ്പിൽ പള്ളിക്കകത്തുനിന്ന് ഇങ്ങനെ തുപ്പുക, നല്ല റാഹത്തായിട്ടിട്ട് പോയ ചെരുപ്പ്, അവസാനം ഇയാൾ വന്ന് ചെരുപ്പിടുമ്പോൾ മാർബിളി തെന്നിയതുപോലെ ക്ലൂന്നും പറഞ്ഞ് തെന്നി അങ്ങോട്ട് പോകും. കാരണം എന്താ? നല്ല സാധനം അതിനകത്ത് കിടക്കാൻ കഷ്ടം. മനുഷ്യന്മാർ എന്തിനപ്പം ഇങ്ങനെ തുപ്പുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ആരെങ്കിലും തുപ്പിയാലോ മൂക്ക് ചീറ്റിയാലോ അത് മണ്ണിട്ട് മൂടി സൈഡിൽ മാറ്റണം. അതിലൂടെ ആളുകൾ നടന്നു പോയാൽ അതിലൂടെ ആ ആളുകൾക്ക് അവനടായത് ചെയ്തു വെച്ച് അള്ളാന്റെ ശാപം നമുക്ക് കിട്ടും. പഠിച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. സൂക്ഷിക്കണം. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചേരിയ എത്ര നല്ല മഹത്തായ വഴി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്ക്. അപ്പൊ എങ്ങോട്ട് പോയാ അത് ശുചിത്വം. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട തന്നെ ഈ രോഗത്തിന് പരിഹാരം എന്താണ്? വൃത്തിയാണ്. ഈ വൃത്തി എന്ന് പറയുമ്പോൾ പരിസരം മാത്രം വൃത്തിയാക്കിയാ പോരാ, ശാരീരികമായ വൃത്തി കൂടെ നമുക്ക് വേണേ. എല്ലാവരും ദാടി പഠിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കും. കക്ഷത്തിന്റെ മുടിയെടുക്കൂല, നുകം മുറിക്കൂല, അവന്റെ ഗുഹ്യഭാഗത്തെ മുടി അവൻ നീക്കം ചെയ്യൂല. അതിങ്ങനെ ഈ പറയുന്ന പോലെ പുതിയ ബസ് സ്റ്റാൻഡിൽ കാട് പിടിച്ച് കയറി കിടക്കുന്ന പോലെ ഒരുമാതിരി ഇങ്ങനെ കാട് പിടിച്ചടക്കുക. അത് മനുഷ്യന്മാർ ശ്രദ്ധിക്കാത്ത എന്തേ? 40 ദിവസത്തിനുള്ളിൽ അത് വൃത്തിയാക്കാത്തവന്റെ നിസ്കാരത്തിന് കമാലിയത്തുണ്ടാവൂല, പൂർത്തീകരണം ഉണ്ടാവൂല. 40 days, 40 ദിവസമാണ് ടൈം അള്ളാഹുവിന്റെ റസൂൽ തന്നിരിക്കുന്നത്. അപ്പൊ ആ 40 ദിവസത്തിനുള്ളിൽ ഇതാകുമ്പോ ബാത്റൂമിൽ കൊണ്ടുവച്ചിരിക്കുക, ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട്, 2-3 ബ്ലേഡും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തോണ്ടി ഇരിക്കലല്ലേ അത് പ്രശ്നമില്ല. തോണ്ടുമ്പോ ഇവിടെ ഉണ്ട് ഒരു കൊട്ട, ഇവിടെ ഉണ്ട് ഇങ്ങനെ. അത് ആരെന്തേ തോണ്ടാത്ത? ആ കൈ ഇങ്ങോട്ടൊന്നുകൊണ്ട് വെച്ചൂടെ? അതെന്തേ? ഇതായിട്ട് ഇങ്ങനെ പോലെ നഖം വെട്ടൂല, അതിനകത്ത് അഴുക്കിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ കുത്തിക്കളയാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വെട്ടണം. ഇതൊക്കെ 10 ഫിത്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫിത്രത്തിലുള്ളതാണ്. ഇനി അതൊക്കെ അങ്ങോട്ട് തന്നെ കൊണ്ട് പോകുന്നില്ല, സമയമില്ല, എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം. 40 ദിവസത്തിനുള്ളിൽ അതെല്ലാം നീക്കം ചെയ്ത് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ആ നമസ്കാരത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവുള്ളൂ. അതൊക്കെ ശാരീരിക ശുദ്ധിയാണ്. പല്ല് തേക്കുന്ന സംസ്കാരം ആരാണ് പഠിപ്പിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഖുംത ബില്ലൈലി ഫസ്തക്, രാത്രി നീ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പല്ല് തേക്കണേ എന്ന് പഠിപ്പിച്ച സംസ്കാരം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസ്കാരമാണ്. അള്ളാന്റെ റസൂലിന്റെ സംസ്കാരമാണ് പല്ല് തേക്കാൻ പഠിപ്പിച്ച സംസ്കാരം. പല്ല് തേക്കാതെ ഗൾഫിലൊക്കെ ഉണ്ട്, പല്ല് തേക്കൂല. അൽക്കെന്ന് പറഞ്ഞ സാധനം ചുയിങ്കം വാരിട്ടിട്ട് ഇങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്ന പല്ല് തേക്കാൻ വലിയ മടിയാണ്. ഇങ്ങനെ അത് തെറ്റാ. ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പല്ലുകുത്തുക, ഹോട്ടലിലൊക്കെ പോയി തിന്നിട്ട് ബില്ലും വെച്ചാണ് എന്താ വിഷയം ഇയാളെ കുത്തിക്കൊണ്ടിരിക്കുക. വൃത്തികെട്ട മനുഷ്യന്മാർ ബസ്സിൽ കയറുമ്പോ കുത്തിക്കൊണ്ടിരിക്കുക.
ഇതെന്താ ഇത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്? ആളുകളുടെ മുന്നിലല്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് കുത്ത പല്ല് കുത്തിക്കളണം, അഴുക്കുകൾ കുത്തിക്കളണം. അതിന്റെ വിധങ്ങൾ പറഞ്ഞു. പല്ലുകളുടെ ഇടയിലുള്ള അഴുക്കുകൾ നിങ്ങൾ കുത്തിക്കളഞ്ഞ് ശുദ്ധിയാക്കണേ നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അത് നാട്ടുകാരുടെ മുന്നിൽ കൊണ്ട് കുത്തലല്ല വേണ്ടത്. ചില ആളുടെ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൈയടുക, നാട്ടുകാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ മനുഷ്യ? ഊരവില്ലേ? നിനക്ക് ഊരവില്ലേ? നീ കഴിച്ചിട്ട് സംസ്കാരമില്ലേ? സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം. സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം. ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ നീ തൊള്ള തുറന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നമ്മളത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ചില ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശബ്ദം വിട്ടുകൊണ്ട് നിങ്ങളുടെ തൊള്ളയിൽ കൈയിട്ട് പല്ല് വായു കഴുകരുത്, നിങ്ങൾ കാർക്കിച്ച് തുപ്പരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാഷ് ബേസിനടുത്ത്. അതേപോലെ ചില പള്ളികളുടെ ഹൗദിൽ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് അതിനകത്ത് കൈയിട്ട് കഴുകുക. ഒതുകൊടുക്കുന്നിടത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തൊള്ളയിൽ വായിൽ കൈയിട്ടിട്ട് ഹൗദിൽ കൈയിട്ട് കഴുകാൻ പാടില്ല. ബഹുമാനമുള്ള സഹോദരൻ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ശുദ്ധിയാണ്, സംസ്കാരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പല്ല് തേക്കാൻ നബിയുനാ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ രാത്രി എഴുന്നേറ്റാലും മിസ്വാക്ക് ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ. ശുദ്ധിയുള്ളവരെ, വൃത്തിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇത് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ദിനേന 5 പ്രാവശ്യം ശാരീരികമായ ശുദ്ധി വരുത്താൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് രാത്രി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കാതെ കിടക്കല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തദ്ഖുലുൽ മലായിക ബൈതൻ ഫീഹാ ജുനുബുൻ വലാ കൽബുൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ആ വീട്ടിൽ വലിയ ശുദ്ധിക്കാരനും കുരയ്ക്കുന്ന കടിക്കുന്ന നായയുമുള്ള കാലത്തോളം ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? രാത്രി പരിപാടി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഒതുവെങ്കിലും എടുത്തിട്ട് കിടക്കണം. അതാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തുണ്ടാവൂല? മലക്ക്, റഹ്മത്തിന്റെ മലക്ക് വരൂല. പട്ടി നായയെ വളർത്തുന്ന വീട്ടിലും ആ നായ കുരയ്ക്കുന്ന ആ നായുള്ള വീട്ടിലും ആരും വരൂല. മലക്കുകൾ ഇറങ്ങൂല. രക്ഷപ്പെട്ട്. മലക്കുൽ മൗത്ത് അസ്രായിൽ വരൂലല്ലോ, ഒരു പട്ടിയെ വളർത്തിയേക്കാം. മലക്കുൽ മൗത്ത് അസ്രായിൽ എന്തായാലും വരൂല. ഇങ്ങനെ ഒരു മസല കിട്ടിയത് വലിയ ഹൈറായി. അത് മോൻ കളി വേറെ, അത് ആള് കളി വേറെ, അത് വേറെ സാധനം. നീ പട്ടിയല്ല പന്നിയായിരുന്നാലും നീ ഏത് ഭാഗത്തിരുന്നാലും എന്നെ പിടിച്ച് അപ്പോഴെ കൊണ്ടാണുള്ള കഴിവ് അത് അള്ളാഹ് വേറെ കൊടുത്തിട്ടുണ്ട്. ആ പണി അവിടെ നടക്കൂല. അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കരുത്. ഇപ്പൊ നമുക്ക് എത്ര ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ചു ആലോചിച്ച് നോക്കി. അപ്പൊ മനുഷ്യൻ ആരാണ്? അശക്തനാണ്. ഒരു കൊതുവ് കടിക്കുമ്പോ, ഒരു മൂട്ട കടിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അപ്പൊ അവനാരാ? മിസ്കീൻ. തൂലിമുൽ ബഖാ വതഖ്തുലുഹു ശരിഖാ. സൂര്യന്റെ ചൂടിൽ മനുഷ്യൻ വേർത്ത് ബനിയൻ മാറ്റിയില്ലെങ്കിൽ, ഡ്രസ്സ് മാറ്റിയില്ലെങ്കിൽ, 2 ദിവസം കുളിച്ചില്ലെങ്കിൽ കശത്തുനിന്ന് അവിടുന്ന് വരുന്ന നാറ്റം, എന്താ സ്മെല്ല്! എത്ര വലിയ സുന്ദരി എന്ന് പറഞ്ഞാലും ഈ സാധനം അങ്ങോട്ട് അടിച്ചു വീശിയാൽ എന്റെ പൊന്നെ മിസ്രിലെ പെണ്ണാന്ന് പറഞ്ഞാൽ ദേവി ഇത് തൊള്ള ഉറക്കല്ലേ, അള്ളാഹുവാണ് സത്യം, ഞാൻ എത്ര വേണേലും പൈസ കിട്ടുക കാണിക്കുകയും ചെയ്യും, ഈ തൊള്ള ഉറക്കല്ലേ എന്ന് പറയും. സൂര്യന്റെ ചൂട് കൊണ്ട് മനുഷ്യൻ ശരീരം വിയർത്തു പോയാൽ അവൻ ആരായി മാറും? മിസ്കീൻ. അത് നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ ഇവൻ ആരാണ്? മനുഷ്യൻ അശക്തനല്ലേ. അതുകൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങളെ നൽകിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഗ്രഹിക്കുന്നത് മനുഷ്യന് ഈ ലോകത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ. അതാണ് 2ാമത്തെ പാഠം. പെട്ടെന്ന് പോട്ടെ. മൂന്നാമത്തെ പാഠം ഈ മുസീബത്തുകളും മാറാവ്യാധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ മനുഷ്യ നീ
ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് പ്രതിഫലം ഉയർത്തി തരുന്നതിന് വേണ്ടിയത്രേ. നല്ല കൂലി അല്ലാഹു നിനക്ക് തരാനാണ് ഇതൊക്കെ അല്ലാഹു നിനക്ക് ഇങ്ങോട്ടിട്ട് തരുന്നത്. إنما يوفى الصابرون أجرهم بغير حساب. ക്ഷമ അവലംബിക്കുന്നവർക്ക് വണ്ണമായ പ്രതിഫലമാണ് എണ്ണമറ്റ പ്രതിഫലമാണ്. വസ്സബറു സവാബുഹു അൽ ജന്ന. ക്ഷമയുടെ ഫലം സ്വർഗമാണ്. റമളാൻ ഷഹ്റു സബർ, ക്ഷമയുടെ മാസമാണ്. ആ റമളാനിന്റെ മാസത്തിൽ ആരൊരാൾ ക്ഷമിക്കുന്നുവോ അല്ലാഹു അവർക്ക് നൽകുന്ന ഫലം സ്വർഗമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സബർ ചെയ്തവർക്ക്, ക്ഷമിച്ചവർക്ക്, ക്ഷമ അവലംബിച്ചവർക്ക് പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്ന ഓരോ ആരാമങ്ങൾ ഏതൊക്കെയാണ്? വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. ആരൊരാള് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ, മാരകമായ രോഗങ്ങൾ വരുമ്പോ, മാനഹാനി വരുമ്പോ, ശാരീരികമായി ക്ഷീണിതനാകുമ്പോ, മാനസികമായി നഷ്ടമനുഭവപ്പെടുമ്പോ, സാമ്പത്തികമായി തകർന്നു പോകുമ്പോ സർവവും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ ജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ, സ്വർഗവും അതിലെ പട്ടുടയാടകളും അല്ലാഹു അവർക്ക് നൽകുമെന്ന് ഖുർആൻ. മുത്തഖീന ഫീഹാ ആട്ടുകട്ടിലുകളിലും ഊഞ്ഞാലിലും അവരവിടെ ഇരുന്നു കൊണ്ട് വിശ്രമിക്കുമത്രേ. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. അവിടെ ഭയങ്കരമായ ചൂടോ കൊടും തണുപ്പോ ഉണ്ടാവുകയില്ല. മാന്യമായ മിതമായ നിലയിലുള്ള കാലാവസ്ഥയിലൂടെ അവർ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് കഴിയുമെന്ന് ഖുർആൻ പറയുമ്പോ ആർക്കാണത്? ക്ഷമ അവലംബിക്കുന്നവർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ഏർപ്പെടുന്ന മാനഹാനിക്കും മാനനഷ്ടത്തിനും കുടുംബ പ്രശ്നത്തിനും മാരകമായ രോഗങ്ങൾക്കും പരിഹാരമാണ് ക്ഷമയാണ്. ആ ക്ഷമയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് ഉന്നതമായ കൂലിയാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ അദാ ഹത്താ ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യന്, ഒരു മുസ്ലിമായ സഹോദരനോ ഒരു സഹോദരിക്കോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു രോദനമോ കടമോ രോഗമോ, മറ്റൊരു റിവായത്തിൽ വലാ സഖമിൻ വലാ അലമിൻ, മാരകമായ രോഗങ്ങളോ വിട്ടുമാറാത്ത വേദനയോ ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ നേരിട്ടാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ ശൗകതി യുശാഖുഹാ, അവൻ റോഡിലൂടെ നടക്കുമ്പോ, അവൻ പാടത്തിലൂടെ നടക്കുമ്പോ, അവന്റെ പുരയിടത്തിലൂടെ അവന്റെ സ്ഥലത്തുകൂടി അവൻ നടക്കുമ്പോ അവന്റെ കാലിൽ ഒരു ചെറിയ മുള്ള് തറച്ചാൽ പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ, അതുകൊണ്ട് ആ വേദന കൊണ്ട് അല്ലാഹു അവന്റെ പാപം മാപ്പാക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ മാലിഹി വ നഫ്സിഹി വ വലദിഹി ഹത്താ യൽഖാ അല്ലാഹ തആല വമാ അലൈഹി ഖതിയാ.
ദുഃഖം അനുഭവിക്കുന്ന ചെറുപ്പക്കാരാ, പ്രവാസ ജീവിതം അനുഭവിക്കുന്ന പ്രവാസികളെ, നിങ്ങൾ ഏർപ്പെടുന്ന കഷ്ടമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ടല്ലോ. ഒരു വീട് വെക്കാൻ വേണ്ടി വർഷങ്ങളായി മരുഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. തന്റെ ഉമ്മയെ കാണാൻ കൊതിക്കുന്ന പ്രവാസിയുണ്ടല്ലോ, തന്റെ പൊന്നുമോളെ കാണാൻ കൊതിക്കുന്ന പ്രവാസിയുണ്ടല്ലോ. ഒരു ടിക്കറ്റ് എടുക്കാൻ പോലും ഗതിയില്ലാതെ മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ എരിപൊരി കൊള്ളുന്ന വെയിലിൽ കഷ്ടപ്പെടുമ്പോ അവന്റെ ഓരോ ശ്വാസവും നിശ്വാസവും, അല്ലാ എന്റെ കടമൊന്ന് വീട്ടിൽ തരണമേ പടച്ചവനെ, എനിക്കൊരു വീട് നൽകണേ അല്ലാ, എന്റെ മകളെ കല്യാണപ്രായമെത്തി അവളെ വിവാഹം കഴിക്കാനുള്ള സൗകര്യം നൽകണേ പടച്ചവനെ. തന്റെ ഭാര്യയെ പോലും മറന്നുകൊണ്ട് എത്രയെത്ര യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരാണ് തന്റെ ഭാര്യയുടെ സുഖം പോലും മറന്നുകൊണ്ട് മരുഭൂമിയുടെ കൊടുംവെയിലിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിക്കോ വല്ല ന്യൂനതകളോ വിഷമങ്ങളോ തട്ടിയാൽ അള്ളാന്റെ ദർബാറിലേക്ക് അവരെത്തുമ്പോ അവർക്കൊരു പാപവും ഉണ്ടാകാതെ നേരെ സ്വർഗത്തിലേക്കാണ് മലക്കുകൾ അവരെ ആനയിച്ചു കൊണ്ടുപോവുക. അത് മതിയല്ലോ നമുക്ക് വലുത്, അതല്ലേ നമുക്ക് വലുത്. നമ്മുടെ നോമ്പ് എന്തിനാണ്, നമ്മുടെ നമസ്കാരം എന്തിനാണ്, നമ്മുടെ ഖുർആൻ പാരായണം എന്തിനാണ്, നമ്മുടെ ഈ പ്രഭാഷണം എന്തിനാ? ദുനിയാവിലെ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടിയല്ല, ആഖിറത്തിന്റെ അനശ്വരമായ ഭവനത്തിന് വേണ്ടിയാണ്. ദുനിയാവിൽ നമുക്ക് കുറഞ്ഞു പോയാൽ നീതിമാനായ പടച്ച തമ്പുരാൻ ആഖിറത്തിൽ നമുക്ക് വണ്ണമായ പ്രതിഫലം നൽകുമെന്ന് ലോകത്തിന്റെ ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. അതുകൊണ്ട് ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഈ ദുഃഖവും ഈ പ്രയാസവും ഈ മാരകമായ രോഗങ്ങളും അല്ലാഹു നൽകുന്നത് സ്വർഗത്തിന്റെ പദവികൾ അധികരിപ്പിക്കാനാ. അതുകൊണ്ട് ആരും പറയരുത്, ഉസ്താദേ വർഷങ്ങളായി കിടക്കുന്നത് മരിക്കുന്നുമില്ല, എന്താ ഇത് വല്ലാത്ത രോഗം ഉസ്താദേ. ഓരോ വീട്ടിൽ പോകുമ്പോ ഓരോ ചങ്ങാതിമാർ പറയും, സൂലാതെ കിടക്കുന്നവർ പറയും, എന്താണ് വല്ലാത്ത ബുദ്ധിമുട്ട് ഉസ്താദേ, മരിച്ചു കിട്ടിയാൽ മതി, മരിച്ചു കിട്ടിയാൽ മതി, ഈ രോഗം കൊണ്ട് സഹിക്കാൻ വേദന, വല്ലാത്ത വേദന. എന്ത് വേദനപ്പാ നിനക്ക്? ഈ വേദനയുടെ പേരിൽ നിനക്ക് അല്ലാഹ് കൂലി എഴുതല്ലേ, കൂലി എഴുതല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യതമന്നയന്ന അഹദുകും അൽ മൗത ലിഗുർരിൻ അസാബ്. ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ രോഗമോ മനോദുഃഖമോ കടമോ പ്രയാസമോ ദാരിദ്ര്യമോ വിഷമമോ ഉണ്ടായാൽ അതിന്റെ പേരിൽ നീ മരണത്തെ ആഗ്രഹിക്കരുതേ. നബിയിന റസൂലുള്ളാഹി. ചില ആളുകളുടെ ധാരണ എങ്ങനെയാണല്ലോ, ചില ആളുകൾ എന്താ, മരിച്ചാൽ മതി, മരിച്ചാൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. ഇനി മരണമല്ലാതെ എന്റെ മുന്നിൽ മറ്റു മാർഗമൊന്നുമില്ല എങ്കിൽ അവൻ 2 റക്അത്ത് റബ്ബിന്റെ കോടതിയിൽ നമസ്കരിച്ചുകൊണ്ട് അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, അല്ലാഹുമ്മ ഇൻ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ, അല്ലാഹുമ്മ അഹീനി ഇൻ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ മമാതു ഖൈറൻ ലീ. അല്ലാഹുവേ, എന്റെ ശാരീരികമായ രോഗം എന്നെ വല്ലാണ്ട് അലട്ടുന്നു പടച്ചവനെ, ഞാൻ വല്ലാണ്ട് ദുഃഖത്തിലാണ് അല്ലാ, വല്ലാതെ പ്രയാസത്തിലാണ് അല്ലാ പടച്ചവനെ, ഞാൻ ലോൺ എടുത്ത് നശിച്ചു പോയി പടച്ചവനെ. നാളെ നേരം വെളുക്കുമ്പോ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ആ ബാങ്കിൽ നിന്ന് ബാങ്കുകാരും ജീവനക്കാരും ജപ്തി നോട്ടീസുമായി വരും അല്ലാ. എനിക്ക്
എനിക്ക് സഹിക്കാൻ കഴിയില്ല അല്ലാ. ഞാൻ അഭിമാനത്തോടുകൂടി ജീവിച്ചവനാണ്. നാളെ എന്റെ മാനം പിച്ചി ചീന്തപ്പെടും പടച്ചവനെ. അതുകൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലാ. മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ ഈമാനോടെ നീ മരിപ്പിക്കണേ പടച്ചവനെ. അതല്ല ജീവിതമാണ് ഖൈറെങ്കിൽ ഇതിനുള്ള പരിഹാരം നീ എത്തിച്ചു തരണമേ നാഥാ. അങ്ങനെ വേണം ഒരാൾ ദുആ ചെയ്യാൻ. അല്ലാതെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യലല്ല. ഭർത്താവ് എന്നെ തലാക്കെല്ലാം പോന്നു, ഭർത്താവ് എന്നെ തലാക്കിയല്ലേ, ആത്മഹത്യ ചെയ്യണോ? ഭർത്താവ് മരിച്ചു, എനിക്ക് ഇനി ആരുമില്ല, ആത്മഹത്യ ചെയ്യണോ? ഒരു മുസീബത്ത് വന്നാൽ എന്ത് ചെയ്യണം? പ്രവാചകന്റെ പ്രതിവിധി അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എന്റെ മുസീബത്തിൽ എനിക്ക് നീ നല്ല കൂലി നൽകണേ പടച്ചവനെ. ഇതിനേക്കാൾ ഇരട്ടി, ഇതിനേക്കാൾ ഒരു പരിഹാരം, ഇതിനേക്കാൾ ഉചിതമായത് എനിക്ക് നീ നൽകി എന്നെ നീ സഹായിക്കണേ പടച്ചവനെ, സഹായിക്കണേ പടച്ചവനെ. വലിയ സംഭവം. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പറയേണ്ടത് അങ്ങനെയാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പറയണം. ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് വന്നാൽ നമ്മൾ ചെയ്യേണ്ട ദുആ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻ. പടച്ചവനെ, എന്റെ മുസീബത്തിൽ നീ എന്നെ സഹായിക്കണം, ഇതിനേക്കാൾ ബദൽ എനിക്ക് നല്ലത് നീ നൽകണേ എന്ന് ദുആ ചെയ്തു. ഉമ്മു സൽമ റളിയല്ലാഹു തആല ദുആ ചെയ്തു. ഭർത്താവ് മരിച്ചപ്പോൾ ദുആ ചെയ്തു, എന്റെ മുസീബത്തിൽ എന്നെ സഹായിക്കണേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അവരെ വിവാഹം കഴിച്ചു. എന്റെ ഭർത്താവിനേക്കാൾ ഉചിതമായത് എനിക്ക് നൽകണേ എന്ന് അള്ളാന്റെ റസൂലിനെ കൊണ്ട് അവർ പറഞ്ഞ് സന്തോഷിച്ചു. നബിതങ്ങളുടെ സദസ്സിൽ നിന്ന് വന്ന് എന്റെ ഭർത്താവ് എനിക്ക് ഈ ദുആ പഠിപ്പിച്ചു തരുമായിരുന്നു. ഒരു മുസീബത്ത് വരുമ്പോൾ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻ. എന്റെ മുസീബത്തിൽ എന്നെ സഹായിക്കണേ, ഇതിനേക്കാൾ ഉപരി എനിക്ക് നൽകണേ, നല്ലത് നൽകണേ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ, ഈ എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ദുആ ചെയ്തു. എനിക്ക് അള്ളാന്റെ റസൂലിനെ കിട്ടി. ഭാഗ്യല്ലേ നമ്മളതിനെ ദുഃഖിക്കുന്നത്, നമ്മളതിനെ പ്രയാസപ്പെടുന്നത്? ഇങ്ങനെ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലാഹു രക്ഷപ്പെടുത്തും, പരിഹാരം വന്നു തരും. അതിന് മനുഷ്യന് സൈക്കിൾ, അതൊന്നും പെട്ടെന്ന് കാര്യം നടക്കണം, അത് വലിയ പാടാ. പെട്ടെന്ന് കാര്യം ആദ്യം ഓതി ആയത്താ ഹത്താ സുൽസിലു, സഹാബാക്കൾ പോലും, നബിയും സഹാബാക്കൾ പോലും حتى يقول الرسول والذين آمنوا معه متى نصر الله. എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് അവരിങ്ങനെ ആശിച്ചു പോയി, ആഗ്രഹിച്ചു പോയി. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ദുഃഖിക്കണ്ട, നിങ്ങളുടെ ദുആയുടെ ബർക്കത്ത് അല്ലാഹു നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചു തരും, അറിയിച്ചു തരും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ രോഗങ്ങളും ഈ ബുദ്ധിമുട്ടും തരുന്നത് എന്തിന്? സ്വർഗ്ഗത്തിൽ പദവി കൂട്ടാൻ. ഒരു ഹദീസ് കൊടുക്കട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് 12:35 ഇതിനൊക്കെ വേറെ പരിഹാരമുണ്ട്. വേറെ ഇനി ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത്, ഈ പരീക്ഷണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, പ്രകൃതിക്ഷോഭം എന്തുകൊണ്ടുണ്ടാകുന്നു, മാരക രോഗം എന്തുകൊണ്ടുണ്ടാകുന്നു, അതിന് വേറെ ഹദീസുണ്ട്. അത് വലിയൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സമയമില്ലല്ലോ, ഉണ്ടെങ്കിൽ അത് പറയണമല്ലോ, നല്ല എൻ്റെ ലാസ്റ്റിലെത്തുള്ളൂ. നാളെ തൗബയ വിഷയം. പിന്നെ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യവദ്ദു അഹ്ലുൽ ആഫിയതി അൽ ജന്ന യൗമൽ ഖിയാമ. ആരോഗ്യമുള്ളവർ ആഖിറത്തിൽ പോയിട്ട് അവർ ആഗ്രഹിക്കും, ഖിയാമത്ത് നാളിൽ ആരോഗ്യമുള്ളവർ. യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ ഹീന യുഅതാ അഹ്ലുൽ ബലാഇ അസ്സവാബാ. ദുനിയാവിൽ പരീക്ഷണത്തിന് വിധേയരായവർക്ക്, ദുനിയാവിൽ വർഷങ്ങളായി വാട്ടർ ബെഡിൽ കിടന്ന് കഷ്ടപ്പെട്ടവർക്ക്, ദുനിയാവിൽ ക്യാൻസർ രോഗം പിടിച്ച് മരിച്ചവർക്ക്, ദുനിയാവിൽ പ്ലേഗ് രോഗം പിടിച്ച് മരിച്ചവർക്ക്, ദുനിയാവിൽ ഡെങ്കിപ്പനിയോട്, ദുനിയാവിൽ ചിക്കുൻഗുനിയ പോലുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിച്ച് മരിച്ചു പോയവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ നൽകുന്ന പദവികൾ കണ്ടുകൊണ്ട് രോഗമൊന്നുമില്ലാതെ മരിച്ചുപോയ ആരോഗ്യവാന്മാര് പറയുമത്രേ,
يود أهل العافية يوم القيامة حين يعطى أهل البلاء الثواب لو أن جلودهم قرضت بالمقارير. ആരോഗ്യമുള്ളവർ ഒരു രോഗമില്ലാതെ മരിച്ചുപോയി സ്വർഗത്തിലെത്തിയാൽ രോഗികളായി മാരക രോഗം പിടിപെട്ട് മരിച്ചുപോയവർക്ക് സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന പദവികൾ കാണുമ്പോ അസൂയ പൂണ്ടുകൊണ്ട് ഈ ആരോഗ്യവാന്മാര് പറയുമത്രേ, അവരാഗ്രഹിക്കുമത്രേ, അല്ലാ ദുനിയാവിൽ വെച്ച് കത്രിക കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ നീ മുറിക്കാമായിരുന്നില്ലേ, ഞങ്ങളുടെ ശരീരത്തെ നീ കീറി മുറിച്ച് ആ വേദന അനുഭവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിൽ ഞങ്ങൾ എത്തിപ്പെടുമായിരുന്നല്ലോ. ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ആരോഗ്യം തന്നതിന്റെ പേരിലല്ലേ ഈ സ്വർഗത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടാത്തത്. ദുനിയാവിൽ കഷ്ടപ്പെട്ട് പീഡനം അനുഭവിച്ചവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നീ നൽകുമ്പോ ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു, അല്ലാ ആ ഒരു സ്ഥാനം ഞങ്ങൾക്ക് നൽകണേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു, അല്ലാ. മനസ്സിലായോ? ദുനിയാവിൽ ആരോഗ്യം കിട്ടിയവരെ അവിടെ ചെന്നിട്ട് ആഗ്രഹിക്കും. ഈ ബലാ പിടിച്ചവർക്ക്, ദുനിയാവിൽ ബലാ പിടിച്ചവർക്ക്, പിടിപെട്ടവർക്ക്, രോഗം, കടം, പ്രയാസം, മനോദുഃഖം, ഇതിലിങ്ങനെ കഷ്ടപ്പെട്ട് മരിച്ചുപോയവർക്ക് സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന ഉന്നതമായ പദവി കാണുമ്പോൾ ഈ ആരോഗ്യവാന്മാര് മനസ്സിലാക്കും, അല്ലാ ഞങ്ങളുടെ ദുനിയാവിൽ ഞങ്ങളുടെ ശരീരത്തെ ഒരു കത്രിക കൊണ്ട് മുറിച്ച് മാറ്റിക്കൂടായിരുന്നു പടച്ചവനെ, അങ്ങനെയെങ്കിലും വേദന അനുഭവിച്ചിട്ട് ഈ സ്വർഗത്തിൽ ഇത്രയും ഒരു ത്യാഗം, ഇത്രയും ഉന്നതമായ പദവി അലങ്കരിക്കാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കും നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമുക്ക് വിഷമമുണ്ടോ? അപ്പൊ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് വല്ല വിഷമമുണ്ടോ? വിഷമിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം, വിഷമിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം അല്ലേ? വിഷമിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം സഹിക്കുക, ക്ഷമിക്കുക. ആ ക്ഷമയുടെ ഫലം സ്വർഗമാണ്. അതുകൊണ്ട് രോഗം പിടിപെട്ടവര് മരിക്കാൻ നിൽക്കണ്ട, അത് മരിക്കണമെന്ന് ആഗ്രഹിക്കരുത്, ആത്മഹത്യ ചെയ്യാൻ നിൽക്കരുത്, വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടരുത്. ഇതെല്ലാം നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന നരകത്തിലേക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക്